ഹലോ ഗായ്സ്, അപ്പോൾ ഷാലു രാജു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഷൂട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടി റെഡി ആയതാണ് കേട്ടോ. അപ്പോൾ ഷൂട്ടിന് പോകാനുള്ള പുലർച്ചെ 5 മണിയാട്ടോ. അപ്പോൾ ഞാൻ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബൈക്കിൽ കയറി ഏട്ടനാട്ടോ എന്നെ ആക്കി തരാൻ പറഞ്ഞ്, ലൊക്കേഷനിലേക്കല്ല ബസ് കയറാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചങ്കുവെട്ടി എത്തിയൊരു കേരളൻസ് എന്നൊരു പഴംപൊരിയും ചായയും കുടിച്ചു കേട്ടോ. ഏട്ടനൊരു ഉപ്പുമാവും ചായ ഏട്ടൻ കഴിച്ച്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഫുഡ് കഴിച്ചാൽ പോകില്ല, അപ്പോൾ അത് കാരണം ഞാൻ ലൈറ്റായിട്ടൊരു പഴംപൊരിയും ചായയും കുടിച്ചു. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. അങ്ങനെ ഞാൻ ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. അങ്ങനെ ചങ്കുവെട്ടി സമയം ഇപ്പോൾ ഒരു 6 മണിക്ക് അയക്കണം. അങ്ങനെ ഞാൻ ബസ് കയറി KSRTC കിട്ടി. അപ്പോൾ എനിക്ക് ഗുരുവായൂർ കഴിഞ്ഞിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പം ഞാൻ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇപ്പം നമ്മുടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ കേട്ടോ ബസ് പോകണേ. അതുകൊണ്ട് തന്നെ ഭയങ്കര വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ അവിടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് എത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എൻ്റെ ഫ്രണ്ടാണ് രിഷ്മ, അവളും ഉണ്ട് കേട്ടോ ഇതിൽ അഭിനയിക്കാനായിട്ട്. ഇത് വേറൊരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഞങ്ങളോട് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മേക്കപ്പ് സെക്ഷനിലേക്ക് ഇരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ മേക്കപ്പ് മാൻ എന്നെ പൊട്ടിയിട്ട് കറുപ്പിക്കുകയാണ് കേട്ടോ ഗൈസ്. കാരണം എൻ്റെ ഫസ്റ്റ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു ഡള്ളായിട്ടുള്ളൊരു അങ്ങനെയൊക്കെയുള്ളൊരു സർപ്രൈസാണ്. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് പിന്നെ അവൾക്ക് മേക്കപ്പ്, അവൻ്റെ ഫ്രണ്ടായിട്ടാട്ടോ അതിൽ അഭിനയിച്ചിരിക്കണേ. അപ്പോൾ പിന്നെ അവൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആർട്ടിസ്റ്റ് അങ്ങനെ ഞങ്ങൾ അടുത്ത ഷൂട്ടിലേക്ക് ഫൈനൽ ലുക്ക് ഞങ്ങൾക്കൊരു ശ്മശാനത്തിലായിരുന്നു. അഭിനയിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനായിട്ട് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് എല്ലാവരും ക്യാരക്ടർ മാറി അടുത്ത മേക്കപ്പാണ്. അങ്ങനെ സെറ്റ് ആക്കണമല്ലോ. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഫുഡ്മാൻ ചേട്ടൻ. ഞങ്ങൾ ചോറ് കഴിച്ചൊരു മോശം വീഡിയോസൊക്കെ പിന്നെ ഞാനൊരു ഹെവി ലുക്കാണ് വന്നത്. പിന്നെ മേക്കപ്പ് ഇന്നത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളാണ്. അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്നും അതിലാണെങ്കിൽ ചെറിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞത് ഉച്ചയ്ക്കുള്ള ഫുഡ് കിട്ടാം. ഞാൻ വെജ് അതിനെക്കൊണ്ട് തന്നെ എനിക്ക് സാമ്പാറും ചോറും ഒക്കെ, അവൾക്ക് പിന്നെ ഓംപ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സാമ്പാറും ചോറും ആസ്വദിച്ച് ഗൈസ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇവള് എന്തൊക്കെയോ കോപ്രായം കാട്ടുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എന്തായാലും ഞാനതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് വേറൊരു ആർട്ടിസ്റ്റാണ്, സന ഫാത്തിമ എന്ന് അവരുടെ പേര്. ഒരു കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പം ഞാനതും വീഡിയോസ് എടുത്ത്, കാരണം നമ്മൾക്ക് വ്ളോഗിലേക്ക് ഇങ്ങനെ ഒന്നിനും ഉപയോഗിക്കാതെ വിടില്ല, എല്ലാവരും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. ഞങ്ങൾ പിന്നെ എവിടെ ചെന്നാലും കുറച്ച് വെയിറ്റ് ഇട്ട് നടക്കും കേട്ടോ. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ഷൂട്ടിൻ്റെ കുറച്ച് നമ്മളെ ഗഡീസാട്ടോ, തൃശ്ശൂരിലുള്ള ഗഡീസാണ്. ഇതൊരു വേറെ ചേച്ചിയാണ് കേട്ടോ. അത് തൃശ്ശൂരിൽ കുറേ ഗഡീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെക്കന്മാർ നല്ല പാവം കുട്ടികളാട്ടോ. ഭയങ്കര സഹായ സഹകരണങ്ങളാട്ടോ അവരൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് ഷിഫ്റ്റാണ്. പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് റെഡി. അപ്പോൾ ഒരു കൊച്ചു വാവ നമുക്ക് ടാറ്റൊക്കെ തന്നു കേട്ടോ, പോവാന്ന് പറഞ്ഞിട്ട്. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞാൻ പോയ ലൊക്കേഷൻ. ചെറിയൊരു വീടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ജ്വല്ലറിയിലാണ് കേട്ടോ അടുത്ത ഷൂട്ട്. അങ്ങനെ അവിടെ അടുത്ത ടൗണിൽ തന്നെ ഏനമാവ് അങ്ങനെ എന്തൊരു സ്ഥലമാണല്ലോ ഭഗവാൻ, എനിക്കറിയില്ല. എന്തായാലും അവിടുത്തെ ഷൂട്ടും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട ഹോട്ടൽ. നൈറ്റ് ഫുഡാണ്. അപ്പോൾ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അടുത്തത് ഒരു ശ്മശാനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസമാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ശവം കത്തിക്കുന്നൊരു ഇതൊക്കെയാണ് എടുത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അത് കഴിഞ്ഞിട്ടൊരു വീട്ടിലായിരുന്നു ഷൂട്ട്. അങ്ങനെ ഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ എന്നുള്ളൊരു ടെൻഡൻസി ആയി. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ
ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അതേ സാമ്പാറും ചോറും തന്നെ ആയിട്ടോ എനിക്ക് വെച്ചായത് കാരണം. അങ്ങനെ ഞങ്ങൾ ചോറ് ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചോറൊക്കെ കഴിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ.